ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റിൽ ഒരു സാമ്പാറാണ്. ഹോട്ടലിലൊക്കെ ഉണ്ടാവില്ലേ, ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ ഹോട്ടൽ സാമ്പാറിന്? ആ ഒരു ടൈപ്പ് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പരിപ്പൊന്നും യൂസ് ചെയ്യാണ്ടാണ് ഈ ഒരു സാമ്പാർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പരിപ്പില്ലാണ്ടും സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്ക് അടിപൊളി സാമ്പാറാണ്. കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. ഇതൊരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉള്ളി വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം. നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ് വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് മീഡിയം സൈസുള്ള 4 തക്കാളി, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതൊന്ന് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല പോലെ തന്നെ വെന്തിട്ടണം. ടോട്ടൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു തിള വന്നതിന് ശേഷം കുക്കറിൻ്റെ ടോപ്പ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു 3 വിസിൽ വരുന്നവരെ, അത് ഒരാളെ കുക്കറിൻ്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും. ഞാനിവിടെ 3 വിസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ തവി വെച്ചുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്ത് കൊടുക്കുക. ഉടച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ പച്ചക്കറി ഇഷ്ടമുള്ള അത്ര ഇടണ്ട കേട്ടോ, കുറച്ച് മാത്രം. ഞാൻ ഇവിടെ ഇതാ ഒരു മുരിങ്ങക്കായ, 2 അച്ചിങ്ങാപ്പയർ, ചെറിയൊരു ക്യാരറ്റ്, ഒരു ബ്രിഞ്ചാൾ, അത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ, കൂടുതലായി പോകാൻ പാടില്ല. ഇതും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വേവിക്കാം. ഈ വെജിറ്റബിൾസ് പീസ് വേവാൻ ആവശ്യത്തിന് മാത്രം ഒരു വിസിൽ, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതല്ലേ. നമ്മൾ സാമ്പാറിൽ സാധാരണ ഇടുന്നത് പിന്നെ പച്ചക്കായ, ചേനയൊക്കെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ വേവുള്ള വെജിറ്റബിൾസ്. അപ്പോൾ മുരിങ്ങക്കായും വെണ്ടയ്ക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു വിസിലൊക്കെ മതിയാവുന്നതാണ്. ഇനി ഒന്നുകൂടി ഞാനൊന്ന് കുക്കർ അടച്ച് വെച്ച് നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസ് ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ വെജിറ്റബിൾസും കറക്റ്റ് വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പകുതി പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിക്കലാണ്. അതിനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഒരു മൺചട്ടി ഞാനിവിടെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇതാ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം നല്ല പോലെ തന്നെ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തത് അതിലേക്ക് ഇതാ പൊടി, ബാലൻസ് വന്ന പൊടിയൊക്കെ ഒന്ന് കലക്കി കൊടുത്ത് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യമുള്ളത് ഒരു സ്പെഷ്യൽ നമ്മുടെ ഈ സാമ്പാറിന് ടേസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ഐറ്റമാണ് കടലപ്പൊടിയാണ്. കടലപ്പൊടി അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതും സാമ്പാർ പൊടി ചെയ്തതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാണ്ട് മിക്സാക്കി കൊടുത്ത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സാക്കി കൊടുക്കുക. കടലമാവ് ഇതുപോലെ കടലപ്പൊടി ഇതുപോലെ കലക്കി ഒഴിക്കുമ്പോഴത്തേക്കും കറി നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ലപോലെ തിക്കായി കിട്ടും. അടിയിൽ പിടിക്കാണ്ട് നോക്കണം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതും കൂടി ഒന്ന് ഒഴിച്ചെടുക്കുക. കറി നല്ല പോലെ തന്നെ കുറുകി കിട്ടും. കടലപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ പരിപ്പ് ചേർത്തിട്ടില്ലെങ്കിലും നമ്മൾക്ക് നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ട് തന്നെ കുറുകി കിട്ടുന്നതാണ്. കുറച്ച് ലൂസ് ടൈപ്പാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര നോക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം.
നമ്മളെ ഇതാ ടേസ്റ്റി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ. കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ വേണ്ടൂ. സാധാരണ നമ്മൾ സാമ്പാറിലിട്ടിടുന്ന എല്ലാ വെജിറ്റബിൾസും ഒന്നും വേണ്ട. അപ്പോൾ കുറച്ച് കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് സാമ്പാർ പരിപ്പില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ സാമ്പാർ റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ്സാക്കുക. ഇനി വേറെ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരോടും ബായ്.